ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരപ്പൻ തൻ്റെ കൊച്ചിന് കുപ്പിപ്പാൽ കൊടുക്കുവാണ്. ഈ പാല് കൊടുക്കുന്നത് വഴി നിൽക്കുന്ന ഒരു ചേട്ടൻ കണ്ടു. ചേട്ടൻ റേസായിട്ട് ചേട്ടൻ ചോദിച്ചു അപ്പനോട്, താൻ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? തൻ്റെ കൊച്ചിന് താൻ ഈ പാല് കൊടുത്ത് നശിപ്പിക്കൂ, ഇയാൾ എന്ത് വൃത്തികേടായി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അപ്പൻ ഞെട്ടി. ഇവിടെ കഥ തീരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഇതിനകത്ത് ആരാണ് കുറ്റക്കാരൻ? ആരെങ്കിലും കുറ്റം ചെയ്തു? പാല് കൊടുത്ത അപ്പനാണ് കുറ്റക്കാരൻ? പാല് കുടിച്ച കൊച്ചാണ് കുറ്റക്കാരൻ? അതോ വഴിയിൽ നിന്ന് തെറി പറഞ്ഞ ചേട്ടനാണ് കുറ്റക്കാരൻ? ആരാണ്? 90% പേരും പറയും വഴിയിൽ നിന്ന് തെറി പറഞ്ഞ ചേട്ടനാണ് കുറ്റക്കാരൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ആൻസർ പറയുന്നത്? കാരണം നിങ്ങൾക്ക് തോന്നുന്നു വഴിയിൽ തെറി പറഞ്ഞ ചേട്ടനാണ് കുറ്റക്കാരൻ. പക്ഷേ കഥയുടെ ഒരു മറച്ചു വെക്കപ്പെട്ട ഭാഗമുണ്ട്. ആൻസർ ഇതാണ്, ഈ കൊച്ചാണ് കുറ്റക്കാരൻ. ഈ പാല് കുടിച്ച കൊച്ചാണ് കുറ്റക്കാരൻ. അതെങ്ങനെയാണ് കൊച്ചു കുറ്റക്കാരനാവുന്നത്? ഈ പാല് കുടിച്ച കൊച്ചിന് 25 വയസ്സുണ്ടായിരുന്നു. അതായത് ഇവനെപ്പോഴും പാല് വേണം. ഈ കൊച്ചിന് ഈ പാല് തന്നെ വേണം. പാല് എപ്പോഴും കുടിക്കണം. അപ്പനാണെങ്കിൽ ഇങ്ങനെ സഹികെട്ട് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു കാരണം അപ്പനും കുറ്റക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളിങ്ങനെ ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ കർത്താവിൻ്റെ ഇങ്ങനെ ഈ ദൈവാനുഭവത്തിന് വേണ്ടി ഇങ്ങനെ നമ്മൾ യാചിക്കുന്നില്ലേ? ഈശോയെ, എനിക്ക് നിന്നെ കാണണം എന്നിങ്ങനെ എപ്പോഴും പറയുന്നില്ലേ? പണ്ട് ഏതോ ഒരു സമയത്ത് നമ്മൾ ഈശോയെ എക്സ്പീരിയൻസ് ചെയ്തു. ഈ എക്സ്പീരിയൻസ് എനിക്ക് എപ്പോഴും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? എനിക്ക് ഈശോനെ സ്നേഹിക്കണമെങ്കിൽ ഈ എക്സ്പീരിയൻസ് എനിക്ക് എപ്പോഴും വേണം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഈ പാല് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. 2 കൊരിന്തോസ് 3:2 പറഞ്ഞ കാര്യമുണ്ട്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാത്തതിനാൽ ഞാൻ നിങ്ങൾക്ക് പാല് തന്നു, എന്നാൽ ഇപ്പോഴും നിങ്ങൾ അതേ അവസ്ഥയിലാണ്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാത്തതിനാൽ ഞാൻ നിങ്ങൾക്ക് പാല് തന്നു, എന്നാൽ നിങ്ങൾ ഇപ്പോഴും അതേ അവസ്ഥയിലാണ്. നമ്മൾ പിന്നെയും എന്തിനായി ദൈവാനുഭവത്തിനോട് വാശി പിടിക്കുന്നത്? യോഹന്നാൻ 20:29 നിങ്ങളെന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാൻ. നമുക്ക് അനുഭവം കിട്ടിയതല്ലേ? ഈ അനുഭവത്തിൽ അങ്ങ് മുമ്പോട്ട് വരുന്നതുകൊണ്ട് പറ്റാത്ത നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മൾ ഈ പിന്നെയും എനിക്ക് ദൈവാനുഭവം വേണമെന്ന് പറയാതെ കിട്ടിയ അനുഭവം വെച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ പറ്റണം. 2 കൊരിന്തോസ് 5:7 ഞാൻ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. കാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അനുഭവങ്ങളാണ്. വിശ്വാസത്താണ് നയിക്കപ്പെടാൻ വേണ്ടി. നാം വിശ്വാസത്താൽ ഇങ്ങനെ മുമ്പോട്ട് പോകാവേ. വിശ്വാസത്താൽ മുമ്പോട്ട് പോകാം. ദൈവാനുഭവങ്ങൾ വേണ്ട, എനിക്ക് വിശ്വാസം മതി എന്ന് ഉറപ്പിക്കാം.